ആകാശവാണി മഞ്ചേരി 102.7 MHz. മഹാകവി മോയിൻകുട്ടി വൈദ്യർ. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകുന്നവർ: അബ്ദുള്ള നന്മണ്ട, പി കെ നിഷാന്ത്, ആകാശ് രാജഗോപാൽ, രവി കെ മനോരഞ്ജൻ, റഷീദ് പാലേരി, ഹസൻ പൈങ്ങോട്ടൂർ, ഹാഫിസ് മുഹമ്മദ് ബിൻ ഹസൻ, ഉഷ നാരായണൻ, നിധിന്യ അനിൽകുമാർ, ദിവ്യശ്രീ, സതീഷ് ചളിപ്പാടം, സുരേഷ് തിരുവാലി, സുഭാഷ് സി പി, പ്രേമൻ ചെമ്പ്രക്കാട്ടൂർ, ഉണ്ണി അരീക്കോട്. സംഗീത സംവിധാനം കെ വി അബൂട്ടി. മോയിൻകുട്ടി വൈദ്യരുടെ കൃതികൾ ചിട്ടപ്പെടുത്തിയത് വി എം കുട്ടി. ആലാപനം വി എം കുട്ടി, മണ്ണൂർ പ്രകാശ്, ജലീൽ ഫറോക്ക്, ഇന്ദിര ജോയ്, ആര്യ. സർഗാത്മക സഹകരണം കൊണ്ടോട്ടി മഹാകവി മോയിൻകുട്ടി വൈദ്യർ സ്മാരക മാപ്പിള കലാ അക്കാദമി. സംവിധാന സഹായം എം ഷാജി ജോസഫ്. നാടകരചന സംവിധാനം ജി ഹിരൺ. മഹാകവി മോയിൻകുട്ടി വൈദ്യർ. മാന്യ സദസ്സിന് നമസ്കാരം. സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ 18ാമത് സമ്മേളന വേദിയിൽ മുഖ്യ പരിപാടികൾക്കിടയിലുള്ള ഈ ഒഴിവു നേരത്ത് ബഹുമാന്യ അധ്യക്ഷൻ ശ്രീ ജി ശങ്കരക്കുറുപ്പ് അവർകളുടെ അനുമതിയോടെ കാസർഗോഡ് നിന്നുള്ള ടി ഉബൈദ് സാഹിബ് മാപ്പിളപ്പാട്ടുകളെ കുറിച്ച് ഇപ്പോൾ ഒരു ലഘു പ്രഭാഷണം നടത്തുന്നതാണ്. സാഹിത്യ പരിഷത്തില് മാപ്പിളപ്പാട്ടോ? അല്ല, പൂച്ചക്ക് എന്താ പുനരുക്കൊടുന്ന കാര്യം? എന്റെ മേനെ ഒക്കെ ആ ശൂരനാടിന്റെ കൂട്ടിന് വേലയാ. കാസർഗോട്ടുകാരൻ ഉബൈദ് കവിത എഴുതുന്ന കേക്കണേ. പിന്നെ എഴുതും ഏതോ പ്രാകൃത ഭാഷയിൽ പാട്ടുമൂളി നടക്കുന്നവർക്ക് പറഞ്ഞിട്ടുള്ളതാ ഈ കവിതയും സാഹിത്യമൊക്കെ. നിങ്ങളൊന്ന് അടങ്ങ്, അയാൾക്ക് പറയാനുള്ളത് എന്തെന്ന് കേക്കാലോ. വേദിയിലെയും സദസ്സിലെയും ഗുരുക്കന്മാർക്കും എല്ലാ അഭിവന്ദ്യർക്കും എന്റെ പ്രണാമം. പൂങ്കുയിലുകൾ പാറിപ്പറക്കുന്ന ഈ പൂങ്കാവനത്തിൽ ഈ കാക്ക വഴിതെറ്റി വന്നതാണ്. മാപ്പിളപ്പാട്ടുകളെപ്പറ്റി ഒരു പ്രഭാഷണം നടത്താനുള്ള അറിവോ സാമർഥ്യമോ എനിക്കുണ്ടോ എന്ന കാര്യത്തിൽ ഞാൻ തന്നെ സംശയാലുമാണ്. അതുകൊണ്ട് മാപ്പിളപ്പാട്ടുകളുടെ പൊതു സ്വഭാവമായ സംഗീതാത്മകതയും പദവൈവിധ്യവും നിറഞ്ഞ ചില പാട്ടുകൾ ഈ വേദിയിൽ അവതരിപ്പിക്കുക മാത്രമാണ് ഞാനിവിടെ ചെയ്യുന്നത്. മോയിൻകുട്ടി വൈദ്യർ എന്ന അനുഗ്രഹീത കവിയുടെ ചില കാവ്യങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത ഇശലുകളാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത്. കവിയുടെ 20 വയസ്സു മുതലുള്ള 20 വർഷക്കാലത്തിനിടയിൽ രചിക്കപ്പെട്ട പ്രധാന കാവ്യങ്ങളിലെ ചില ഇശലുകൾ. അങ്കമതം പെരു പഞ്ചജനം കുലചിങ്കളിലും കരുചിങ്കറുരമ്പിലർ ഹംസ പെരുമ്പട എന്ത് തരം കടുകടുമകളുറ്റൊരു മറ്റ് വരുത്തിട ചെടുജടതത്വയിൽ വെട്ടരിശത്തില കിടുകിടനത്തടി പെട്ടിടൈ മത്തിരർ തല്ലും തടവുകൾ മല്ലും പലപിന ബില്ലും വരവില ചോട്ടുകളാൽ ചില ചാട്ടുകളും മുന ചൂട്ടിടലായിട നീട്ടുകളും ചൊടി കക്കിട കത്തികൾ ചെമ്പകവും കുടി ചക്കരം പുത്തുളി ദണ്ടുകളും കതിർ ചക്കിട പട്ടകമാനുകളും തകിർ തക്കിട ചൊട്ടകടുത്തില ബാളയിൽ മറ്റും പലതരം ഉറ്റക്കൊടുപര വെട്ടും ശുചായികൾ തട്ടും കഠിനമ കതിർമ പുലിയോട്. ഉബൈദ് ചാക്ക് രജിസ്റ്റേർഡ് കത്തുണ്ട്. തിരുവനന്തപുരത്ത് നിന്നാ. ഒരു ശൂരനാട്ട് കുഞ്ഞമ്പിള്ള. കുഞ്ഞമ്പിള്ള സാറിന്റെ കത്തോ? തരൂ തരൂ. പ്രിയപ്പെട്ട മിസ്റ്റർ ടി ഉബൈദ്, കോഴിക്കോട്ട് നടന്ന സാഹിത്യ പരിഷത്ത് സമ്മേളനത്തിൽ നമ്മൾ പരിചയപ്പെട്ട കാര്യം ഓർമ്മയുണ്ടാവുമല്ലോ. അന്ന് താങ്കൾ പരിചയപ്പെടുത്തിയ മാപ്പിളപ്പാട്ടുകളുടെ ലോകം അടുത്തറിയുവാൻ അതിയായ ആഗ്രഹമുണ്ട്. മലയാള മഹാനിഘണ്ടുവിന്റെ പണിപ്പുരയിലാണ് ഞാനിപ്പോൾ. മലയാള സാഹിത്യത്തിൽ വേണ്ട പോലെ എന്നല്ല, ഒട്ടും തന്നെ അറിയാതെ കിടക്കുന്ന മാപ്പിളപ്പാട്ടിന്റെ മഹാമണ്ഡലത്തെ ഒഴിവാക്കിക്കൊണ്ട് ഈ നിഘണ്ടു നിർമ്മാണം സാർത്ഥകമാകില്ലെന്നാണ് ഞാൻ കരുതുന്നത്. താങ്കൾക്ക് ബുദ്ധിമുട്ടാകില്ലെങ്കിൽ കൈവശമുള്ള മാപ്പിളപ്പാട്ടിന്റെ രത്നഖനിയുമായി ഒന്ന് തിരുവനന്തപുരം വരെ വരുമോ? ഇവിടെ എൻ്റെ ഗൃഹത്തിൽ തന്നെ താമസിക്കാം. നമ്മുടെ സാഹിത്യത്തിന്റെ ഗണനീയ സമ്പത്തായ മാപ്പിളപ്പാട്ടിന്റെ അമൃതവും മധുരവും നമുക്കൊരുമിച്ച് ആസ്വദിക്കാൻ കുറച്ചു ദിവസം ഇവിടെ ചെലവിടുന്നത് താങ്കൾക്ക് ബുദ്ധിമുട്ടാവില്ലെന്ന് കരുതിക്കൊണ്ട് സ്നേഹപൂർവ്വം
ശൂരനാട്ട് കുഞ്ഞൻപിള്ള. അല്ല, മിസ്റ്റർ ഉബൈദോ ഇത്ര പെട്ടെന്ന് ഇങ്ങ് പോന്നോ? സാറിന്റെ കത്ത് കിട്ടിയപ്പോ പിന്നെ ഒന്നും ആലോചിച്ചില്ല. മലയാള സാഹിത്യ തറവാടിന്റെ ഉമ്മറത്ത് മാപ്പിളപ്പാട്ടിനൊരു കസേര ഇട്ടു തരാൻ സാറിനെ പോലെ ഒരാള് മഹാമനസ്തയോടെ നിൽക്കുമ്പോ ഞാനായിട്ട് വൈകരുതല്ലോ. ആദ്യം കിട്ടിയ വണ്ടി തന്നെ പിടിച്ചു. നല്ലത്. ദൂരെ യാത്ര കഴിഞ്ഞതല്ലേ, ആദ്യം ഒന്ന് വിശ്രമിക്ക്. അതൊക്കെ തരം പോലെ ആവാലോ. ദാ ഈ പെട്ടി നിറയെ സബീനകളാണ്. ഓഹോ, അറബി മലയാളത്തിലുള്ള കാവ്യങ്ങൾ. കുറെ പാട്ടുകൾ മനസ്സിലുമുണ്ട്. ഓരോന്നും പാടിത്തരണം, മലയാളത്തിൽ അർത്ഥവും പറഞ്ഞു തരണം. അറബി മലയാളം ആയതുകൊണ്ട് വായിക്കാൻ തടസ്സം ഉണ്ടാകുന്നേ ഉള്ളൂ. കേട്ടാ മനസ്സിലാവായ്മ ഉണ്ടാവില്ല. അത്രക്കുണ്ട് മലയാളം വാക്കുകൾ. പിന്നെ മഹാനിഘണ്ടുവിന്റെ കാര്യം ഞാൻ എഴുതിയിരുന്നല്ലോ. സാഹിത്യ ചരിത്രം 1-ാം വാള്യത്തിൽ മാപ്പിളപ്പാട്ടുകൾ നാടോടിപ്പാട്ടുകളുടെ വകുപ്പിലാണ് പെട്ടത്. അതിലേറെ അത്ഭുതം മോയിൻകുട്ടി വൈദ്യരെ പറ്റി അതിലൊരു പരാമർശം വരാഞ്ഞതാണ്. നിഘണ്ടുവിൽ ആ പിഴവുണ്ടാകാൻ പാടില്ല. കുഞ്ചുണ്ണി രാജ അവതാരിക എഴുതിയ പുന്നയൂർക്കുളം ബാപ്പു സാഹിബിന്റെ ഹുസ്നുൽ ജമാൽ വ്യാഖ്യാനം വായിച്ചപ്പോഴാണ് മലയാളത്തിലെ ഏതു മഹാകവിക്കും ഒപ്പം നിൽക്കുന്നയാളാണ് മോയിൻകുട്ടി വൈദ്യരെന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നത്. നമുക്ക് മോയിൻകുട്ടി വൈദ്യരിൽ നിന്ന് തന്നെ തുടങ്ങണം. വൈദ്യരുടെ ഒട്ടുമിക്ക പാട്ടുകളും കൊണ്ടുവന്നിട്ടുണ്ട്. ഒപ്പം ഒരു ലഘു ജീവചരിത്രവും. ഓഹോ, അങ്ങനെയും ഒന്നുണ്ടോ? ആരാണ് ആ എഴുത്തുകാരൻ? വൈദ്യരുടെ നാടായ കൊണ്ടോട്ടിയിൽ നിന്ന് തന്നെയാണ്. ഒരു അധ്യാപകൻ കെ മുഹമ്മദ് അബ്ദുൽ കരീം. ഓ, മങ്ങാട്ടച്ചനും കുഞ്ഞായൻ മുസലിയാരും എന്നൊരു പുസ്തകം എഴുതിയ ആ ആളാണോ? ആളത് തന്നെ. എങ്കിൽ പിന്നെ ഭാഷ സരസമാവും, വസ്തുതകൾ സത്യത്തിന്റെ പിൻബലമുള്ളതുമായിരിക്കും. എവിടെയാ പുസ്തകം നോക്കട്ടെ. ഇതാ, മാപ്പിള കവിസമ്രാട്ട് മോയിൻകുട്ടി വൈദ്യർ ചരിത്രം. വൈദ്യരേ, ഉണ്ണിമത് വൈദ്യരേ. എന്താ കുഞ്ഞാവ, എന്താ കൂട്ടക്കാരൊക്കെ ആയിട്ട്? ആർക്കാ ദീനം? ദീനം പിടിച്ചത് ഇങ്ങക്കല്ലേ. അതിന്റെ ചികിത്സ എന്താന്ന് ഞമ്മക്ക് അറിഞ്ഞിട്ടല്ല. നിങ്ങൾ എന്താ പറയുന്നത്? തിരക്കാക്കാണ്ട് തെളിച്ചു പറയും. ഇങ്ങളെ കുഞ്ഞോൻ ഇബിലീസിന്റെ ഭാഷ പഠിക്കാൻ പോണെന്ന് കേട്ട്. ഇബിലീസിന്റെ ഭാഷയോ? മായ മരണ്ട വൈദ്യരെ, ഇങ്ങളെ മോയിൻകുട്ടീനെ നായർ ഭാഷ പഠിപ്പിക്കാൻ വേണ്ടി വേലൈത്തച്ഛന്റെ അടുത്ത് അയച്ചെന്നാ ചോദിക്കണേ. അതാണോ കാര്യം? എന്നാ കേട്ടോ, മോയിൻകുട്ടി മലയാളം പഠിക്കാൻ പോകുന്നുണ്ട്. അതോ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ഇങ്ങളിത് എന്ത് ഭാവിച്ചിട്ടാണ്? ഓൻ ഓത്തുപള്ളി പോണ്ട പ്രായത്തില് വേദം പഠിക്കാൻ പോണെന്ന്. ഓൻ ഓത്തുപള്ളി പോകുന്നുണ്ടല്ലോ. പിന്നെ വേലായുധൻ എഴുത്തച്ഛന്റെ പുരയിൽ പോയി മലയാളവും പഠിക്കുന്നുണ്ട്. തീർന്നില്ല, ഓൻ എവിടെ ഇരുത്തി ഞാൻ തന്നെ സംസ്കൃതവും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അല്ല വൈദ്യരെ, ഇങ്ങളിത് എന്തിന്റെ പുറപ്പാടാ? എന്റെ കുഞ്ഞാവേ, ഞങ്ങള് തലമുറകളായിട്ട് വൈദ്യന്മാരാന്നറിയാലോ എനക്ക്. മലയാളവും സംസ്കൃതവും ഒക്കെ വൈദ്യന്മാരറിഞ്ഞിരിക്കണം. ഷാഹ് തങ്ങളെ ചികിത്സിക്കണതിന്റെ അമ്മതി. ഇജ്ജ എങ്ങനെ വേണമെങ്കിലും കൂട്ടിക്കോ. ഓനെ ഞാൻ എല്ലാ ഭാഷയും പഠിപ്പിക്കും. തമിഴും കന്നഡവും അറബിയും ഉറുദുവും പേഴ്സിനും ഒക്കെ പഠിപ്പിക്കും. എന്നിട്ടേ എന്റെ മോയിൻകുട്ടീനെ എന്നെക്കാളും കേളി മികച്ച കവിയും വൈദ്യരും ആക്കും. അമ്മക്ക് കാണാ, നിങ്ങള് പേരെയും കൂട്ടരെ. ഇത് എന്തിന് ചികിത്സ വേറെയാണ്. മോയിൻകുട്ടി മാണ്ട, ഇത് ഞാൻ പറയണ കേക്കന്റെ കുഞ്ഞെ. ഓടല്ലെന്ന് അവിടെ നിക്കാൻ, അവിടെ നിക്കടാ. ഇല്ലുമ്മ, ഞാൻ തരൂല. മാണ്ട, ഇന്നങ്ങനെ ഓടിക്കണ്ട. എന്താ അവിടെ ഒരു കൂട്ടവും വിളിയും? ഒന്നുല്ലൂപ്പാ. പിന്നെ എന്തായിരുന്നു? എന്താ കുഞ്ഞാമന? നിങ്ങൾ കഴിഞ്ഞ ദിവസം പാട്ട് എഴുതി വെച്ച കടലാസ് എടുത്ത് ഓൻ എന്തൊക്കെയോ പടം വരച്ചു കൂട്ടായിരുന്നു. ഞാൻ കാണാൻ ചെന്നപ്പോ അതെടുത്തോണ്ട് ഒറ്റ ഓട്ടം. എവിടെ കാണട്ടെ. എന്തു പടാ അജ്ജ് വരച്ചത്? ഒന്നുല്ലൂപ്പാ, ഒന്നുമില്ല. ഇങ്ങ് കൊണ്ടാ, ഞാൻ കാണട്ടെ. ഊപ്പാ, ഇതാ പടം. കുഞ്ഞാമിനോ, നോക്ക്, ഇതാ നീ പറഞ്ഞ പടം. പടച്ചോനെ, ഇത് പടമല്ല, പാട്ടല്ലേ? പാട്ട്. എന്താ നീ ഒന്ന് പാട്. ഞമ്മള് നോക്കട്ടെ. മുല്ലപ്പൂവേ
മുല്ലപ്പൂച്ചോലയിൽ മൂളുന്ന വണ്ടേ, മാനിമ്പം മാനിമ്പം തേനുണ്ടോ വണ്ടേ. ഞമ്മക്ക് പൊടി കിട്ടി അതിന്റെ താളം പൊടി കിട്ടി. മുല്ലപ്പൂച്ചോലയിൽ മൂളുന്ന വണ്ടേ, മാനിമ്പം മാനിമ്പം തേനുണ്ടോ വണ്ടേ. കൊല്ലം പണിയുന്നോരാല നീ കണ്ടോ, കേവലം പാടിക്കളിക്കുന്ന വണ്ടേ. ചൊല്ലുന്നോ വണ്ടേ നീ മൂളുന്നതെന്ത്, ചൊക്കിപ്പൂച്ചോലയിൽ കണ്ടൊരു മങ്ക. ചോളം പൊരിയുന്ന താളം പറഞ്ഞേ, വലിയ ചോലയിൽ മൂളുന്ന വണ്ടേ. എന്റെ കുഞ്ഞാവിന കണ്ടോ ഇക്കണ്ട കാലത്രയും കൊണ്ട് ഇക്ക് എഴുതാൻ പറ്റാത്തത്ര ശേലിക്കല്ലേ ഈ ചെറിയ പ്രായത്തില് ഓൻ പാട്ട് കെട്ടിയത്. ഉപ്പാക്ക് സന്തോഷായി, പെരുത്ത് സന്തോഷായി. മോയിൻകുട്ടിയെ ഒന്ന് പതുക്കെ. ഓ നേരം പോയി മൊയ്തീനെ. നമ്മളെ ചുള്ളിയാൻ വീരാങ്കാക്കാന്റെ പൊരയില് തമിഴ്നാട്ടിൽ നിന്നുള്ള പൊലവര് വന്നാ കേട്ട് പാട്ടുകൂട്ടൊക്കെ നേരത്തെ തുടങ്ങും. ആന്റെ കൂടെ നിന്ന അതും പിരിയൂ. ഇജൊന്ന് അടങ്ങണ്ടോ? നമ്മക്കൊപ്പം പോകാന്ന്. ഓള് വരുന്നതൊരു നോക്കൊന്ന് കണ്ടിട്ട് ഞമ്മക്ക് പോകാ. ഓ അപ്പൂതി അന്റെ മാത്രം പിരാന്താണ്, ഇന്നെ കിട്ടൂല. ഇച്ച് പോണേ പോയിക്കോ. ഓക്ക് കൊടുക്കാന് ഒരു പാട്ടേ തന്നിട്ട് പോ മോയിൻകുട്ടിയെ. മാണ്ട മൊയ്തീനെ മാണ്ട. ഓള് തങ്ങളെ കുടുംബക്കാരിയാ. നിങ്ങള് കാളത്തിങ്ങക്കാര് കൂട്ടിയാ കൂടൂല. ഇജൊരു പാട്ട് എഴുതാ, ബാക്കി കാര്യം ഞമ്മളായിക്കൊണ്ട്. ശരി, ഈ ജെയ്തിയാ മാത്രം പോരാ, അക്ഷരം തെറ്റാണ്ട് ഒന്ന് പറഞ്ഞു താന്റെ മോയിൻകുട്ടിയെ. നഞ്ഞു പിടിച്ചോ. വണ്ടിന്റെ മോഹം തനിക്കാതെ നിന്ന് വല്ലതും കാണിച്ചയക്കല്ലേ പൊന്നെ. കണ്ടേകിനാവിൽ നിധി കിട്ടിയെന്ന് തനിയെ ഉണർന്നാൽ ഫലമെന്ത് പിന്ന. പണ്ടുള്ളവരെ പഴഞ്ചൊല്ല് കേട്ട് പഞ്ചാരവാക്കിൽ മധുർക്കുന്നു മോളെ. കണ്ടൊന്നു മൊത്തി കുടിക്കട്ടെ നാദം, കനിയെ കുളിർമ കിളിക്കെന്തു ചെയ്ത. മോയിൻകുട്ടിയെ മുത്താളജി. വൈദ്യരെ, ഉണ്ണി മമ്മദ് വൈദ്യരെ. എന്താ കുഞ്ഞാവാ കോള്? പെരുത്തി കോളുണ്ട് വൈദ്യരെ. വേണ്ടാത്തത് ഓരോന്ന് പഠിപ്പിച്ച് ചെക്കനെ ഇടങ്ങാറാക്കണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങളെന്തേ പറഞ്ഞ്? ഓൻ വലിയ കവിയാകുന്ന്. വന്നോളി, കവിന്റെ കിസ കേൾക്കാൻ സാധ്യതകൾ കാത്തിരിക്കുന്നുണ്ട്. ചെക്കനെയും കൂട്ടിട്ട് തിടുക്കനെ ചെന്നോളിയും വൈദ്യരെ. കുഞ്ഞാവ് എന്തായി പറയുന്നേ? അതെ, ഇങ്ങളെ ചെക്കൻ ഒരു മേണ്ടാതിനെ പാട്ടിട്ടി. ഓന്റെ ഒപ്പരല്ല കളത്തിങ്ങലെ മൊയ്തീനൊടുത്ത് ഓനത് തങ്ങളെ മരുവളെ മൂക്കൊടുത്ത് ചേക്കന്മാരെ രണ്ടിനെയും തങ്ങളെ മുമ്പിൽ എത്തിക്കാനാ പറഞ്ഞേക്കണേ. സംഗതി കേട്ടപ്പോളേ കളത്തിങ്ങലെ ചെക്കൻ കാടേറി. ഇനി ഇങ്ങള് ചെക്കനെയും കൂട്ടിച്ചെന്ന് സമാധാനം പറഞ്ഞോളിന്ന്. ഉണ്ണിയമ്മത് മോയിൻകുട്ടി. ഉണ്ണിമമ്മദേ, എന്താ മോയിൻകുട്ടി പറയണ? ഓൻ തന്നെ എഴുതിയതാണോ അത്? മനസ്സറിവില്ലാണ്ടാണ്. ആ കളത്തിങ്ങലെ ചെക്കന് വേണ്ടിയിട്ടാണ്. പുറത്തു തരണം. മൊഹബത്തിന്റെ കാര്യം പറയുമ്പോഴും ദണ്ണത്തിന്റെയും കിലശത്തിന്റെയും കിസ്സ പറയണത് എന്താ? വൈദ്യന്മാരാകുമ്പോ അങ്ങനെ തന്നെ വേണമെന്നാ? അത് വായിച്ച് കേൾപ്പിക്ക്. ആകെ ചൊറുക്കു കണ്ടൊയ്യൂല, എനിക്കം പണ്ടം കിട്ടാതെ കയ്യൂല. മോഹിച്ചെനിക്കൊരു ദണ്ണാണ്, ദീനം മാറാൻ മരുന്നുണ്ണി തന്നാണ്. മോഹത്തിൻ്റെ ഉള്ളെല്ലാം പുണ്ണാണ്, മോഹം മാറ്റാനിരു കുഞ്ഞിക്കിണ്ണാണ്. കണ്ണിൻ മണിയെ നീ തന്നാണ്, അത് കയ്യൂലെന്നുണ്ടെങ്കിൽ കൊന്നാണ്. ദണ്ണത്തിന്റെ കിസ പാടുന്നോന് ദീനം മാറ്റാനുള്ള പാട്ടും എഴുതാൻ കജ്ജോ? എന്താ മോയിൻകുട്ടിയെ, ഇപ്പജ്ജ് ഒരു പാട്ട് കെട്ടണം. എന്തെങ്കിലും മരുന്നുണ്ടാക്കുന്ന പാട്ട്. മരുന്നുണ്ടാക്കുന്ന പാട്ട്. മരുന്ന് മത്തൻ 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 മുത്തി. മുത്തി താൻ വള്ളിയിൽ പടർന്നൊരു മത്തൻ, മുന്നിട്ട് വേരോടെടുത്തു കറിക്ക്. ഇജ്ജത് എഴുതി കൊടുക്ക്, പാട്ടുകൂട്ടം പാടട്ടെ. മുത്തി തൻ വള്ളിയിൽ പടർന്നൊരു മത്തൻ, മുന്നിട്ട് വേരോടെടുത്ത് കറിക്ക്. കത്തിയെടുത്തിട്ട് മത്തൻ മുറിച്ച് കൊത്തമ്പല്ലുള്ളി
സബാഷ്. ഓന്റെ ഉള്ളില് കവിത ഉണ്ട്, സംഗീതമുണ്ട്. ഉണ്ണി വൈദ്യരെ ഓനെ പാട്ട് പഠിപ്പിക്കണം. കായൽപട്ടണത്തോ തേങ്ങാപട്ടണത്തോ പോയി പഠിച്ച് ഉസാറായി ബർട്ട്. നിസാമുദ്ദീൻ മിയ, നിങ്ങൾ ഓനെ പേഴ്സണും പഠിപ്പിക്കും. ജിന്നിന്റെയും പരിജിന്നിന്റെയും എല്ലാം കഥകളും പറഞ്ഞു കൊടുക്കി. ഓൻ ജഗമറിഞ്ഞ് തിളങ്ങട്ടെ. ഒക്കെ തങ്ങളുടെ ഇഷ്ടം. മോയിൻകുട്ടിയെ, ഇനിച്ച് എന്നും തക്യാവിൽ വന്നോള്, നിന്റെ ഒപ്പം കൂടിക്കോള്. ഇന്നോളം കാണാത്തൊരു ലോക പേർസിയുടെ കഥകളില്. ഹൂറികള്, ജിന്നുകള്, പരിജിന്നുകള്, അനക്ക് പാട്ടിന്റെ ചിറക് പിടിപ്പിച്ച് പറക്കാം ഒരു പുതിയ ലോകത്ത്. േശീനോർ മുട്ടുമുരശടി താശികളും തമ്പോറടിമേളം എമ്പും വിളി കൊമ്പൊടു ബമ്പൊടു ചങ്കൊടു ചൂളകളും വിളി വിളിയേറ്റം സാരംഗികളും തകിതാരമെരാഗമിന മുട്ടുമുരശടി താശികളും തമ്പോറടിമേളം എമ്പും വിളി കൊമ്പൊടു ബമ്പൊടു ചങ്കൊടു ചൂളകളും വിളി വിളിയേറ്റം സാരംഗികളും പാട്ട് പഠിപ്പെന്നൊക്കെ പറഞ്ഞ് എത്തിര കാലം ഓനെ ഇങ്ങനെ ഊരി കണ്ടാൻ പെടുന്നേ. ഇവിടത്തെ ഒരു കാര്യത്തിൽ ഓനൊരു നോട്ടവും ഇല്ല. വൈദ്യം അറിയാഞ്ഞിട്ടൊന്നും അല്ലല്ലോ, ഏതു നേരം നോക്കിയാലും പാട്ടും പാട്ടും. ഓനെ ഓന്റെ ബൈക്ക് വീടന്റെ കുഞ്ഞാമിനോ ഇവിടത്തെ കാര്യവും ചികിത്സയും നോക്കി നടത്താൻ ഓൻ നയിച്ചു കൊണ്ടുവന്നിട്ട് വേണോ? അല്ല വേണോ? എനിക്ക് എത്താൻ പറ്റാണ്ട് പോയടത്തെല്ലാം ഓൻ എത്തിപ്പറ്റണം. ഓട്ടുപാറ ആലുങ്ങൽ കണ്ടി ഉണ്ണി വൈദ്യനെ മാളൂര് മോയിൻകുട്ടീന്റെ ഉപ്പ എന്ന് ബഹുമാനത്തോടെ പറയുന്ന കാലം വരും. നാട്ടാരുടെ ദീനത്തിന് മരുന്ന് കൊടുക്കുന്ന ഉണ്ണി മുഹമ്മദ് വൈദ്യരുടെ പേരിലല്ല, സമുദായത്തിനും നാടിനും നല്ലത് വരാൻ വേണ്ടി പാട്ടുകൊണ്ട് മരുന്നുണ്ടാക്കിയ മോയിൻകുട്ടിയുടെ പേരിലാ നാളെ ഈ തറവാട് കേളിയേക്കാൻ പോണത്. അല്ലാന്ന് വന്ന് വന്ന് ഓനിപ്പ എല്ലാം പാട്ടാ, വർത്താനം പോലും. ഇക്കഴിഞ്ഞ ദിവസത്തെ കീസ കേക്കണം നിങ്ങക്ക്. എന്താ പറയേ? പാതിരാ കോയി കൂവിയ നേരം ആരുടെ ഒച്ച കേട്ടാണ് നമ്മൾ ഉണർന്നേ. മോയിൻകുട്ടിയെ കഥക് തുറ, ഇത് ഞമ്മളാ മൊയ്തീൻ. കളത്തിങ്കലെ മൊയ്തീൻകുട്ടിയായിരുന്നത്. അന്ന് തങ്ങളെ പേടിച്ച് കാട് കയറി പിന്നെ നാട്ടിലേക്കുള്ള ആദ്യത്തെ വരവാവന്റെ. മോയിൻകുട്ടിയെ കഥക് തുറക്ക്. അത്തായ സമയത്ത് പത്തായ പുറത്തുറങ്ങുമ്പോ അസ്ഥലത്തുറക്കൊണർത്താൻ വന്നതെന്തിന്? മോയിനെ വേല തിന്നു കൈത്തളർന്നു തല ചുറ്റി വീഴാൻ പോണ്. തേങ്ങാപ്പൂളൊന്ന് തരോ, തുറക്ക് വാതിൽ, തുറക്ക് വാതിൽ. ഓനെ പോക്കല തിന്ന് തല ചുറ്റിയിട്ട് നിപ്പാർന്ന് തേങ്ങാപ്പൂള് തിന്ന് മയക്കം മാറ്റാൻ വന്നതാ. എന്നിട്ട് മോയിൻകുട്ടി എന്ത് പറഞ്ഞ്? 10 ചിപ്പം ഒപ്പം തിന്ന് മുറ്റത്തൊക്കെ ചത്തിച്ചാലും പാതിര കണഞ്ഞ പിന്നെ തോറക്കാൻ വയ്യ, വാതില് തോറക്കാൻ വയ്യ. മണ്ണാർക്കാട്ടുണ്ടൊരു തോട്ടം, 8000 പാട്ടം കിട്ടും, അതു തരാം പൊൻപൂവേ, തുറക്ക് വാതിൽ, തുറക്ക് വാതിൽ. ഓ, ഭൂലോകത്തിലുള്ള സ്വത്ത് ജന്മമെനിക്ക് തന്നെങ്കിലും പാതിര കണഞ്ഞ പിന്നെ തോറക്കാൻ വയ്യ, വാതില് തോറക്കാൻ വയ്യ. ഓന്റെ ചോരയും ഉയരും എല്ലാം ഇന്ന് പാട്ടാണ്. ഈയിടെ തങ്ങളെ തക്യാവില് നിസാമുദ്ദീൻ മിയാനെ കണ്ട് മോയിൻകുട്ടി ഇപ്പോ ഒരുപാട് പാട്ട് എഴുതുന്നുണ്ടെന്നാ മൂപ്പര് പറഞ്ഞ്. കുട്ടികൾക്ക് പാടി നടക്കാൻ എലിപ്പടയെന്നും ഒട്ടകത്തിന്റെയും മാനിന്റെയും കഥയെന്നൊക്കെ ഓൻ എഴുതിയ പാട്ടുകള് അച്ചടിപ്പിക്കാൻ പോവാന്നത്രേ. പോരാഞ്ഞ് ഒരു പാട്ടുകൂട്ടവും തങ്ങൾ ഏർപ്പാടാക്കുന്നുണ്ടോലെ. നാടായ നാട്ടിലൊക്കെ തട്ടുമ്പുറത്തെ ഓന്റെ പേരുള്ള സബീനുകളുണ്ടാവില്ലേ? ഓമ്പൊക്കെ പേര് വെക്കുന്നത് മോയിൻകുട്ടി എന്നല്ല, ഫയ്യൽ കൊസിറ്റിൻ ഫയ്യൽ തൊത്തീബ് എന്നൊക്കെയാ. എന്താ അതിനർത്ഥം? വൈദ്യരുടെ മകനെന്ന്. ഇങ്ങടെ മാത്ര വകകൾ മൂതനൂൽ ചിറ്റെഴുത്തും കമ്പി വാലും തലൈ ചന്തം കുനിപ്പും കമ്പി സകല കവിരാജർ ഇതിനെ പാർപ്പീൻ തബി പായൽ എൻ വാക്കാനർത്ഥം തീർപ്പീൻ
ചിത്തെഴുത്തും കമ്പി വാലും കാലൈ ചന്തം കൂനിപ്പും കമ്പി സകല കാവിരാജർ ഇതിനെ പാപ്പി തബി പായൽ എന്താക്കാനർത്ഥം തീർപ്പി. എലിപ്പട, ഒട്ടകത്തിന്റെയും മാനിന്റെയും കഥ, കുറത്തിപ്പദം ഇതൊക്കെ എഴുതിയപ്പോഴുള്ളതിനേക്കാൾ ഭാഷയ്ക്ക് ദൃഢത, സംഗീതത്തിന്റെ ഇഴയെടുപ്പം, സുലീഖത്ത് പടപ്പാട്ട് പാടി നടക്കുന്ന നമ്മുടെ പാട്ടുകൂട്ടത്തിന് പെരുത്ത് സന്തോഷം. എന്നിട്ടും ഇതെന്താ ബേജാറില്? ഞാൻ ഈ എഴുതി കൂട്ടിയതെല്ലാം അങ്ങ് പറഞ്ഞു തന്ന കഥകളാണ്. അതിലെ സത്യത്തിന്റെയും കെട്ടുകഥയുടെയും പിന്നാലെ പോകാതെ കേട്ടതിനൊക്കെ പാട്ടിന്റെ കുപ്പായം ഇടിയിക്കാൻ നോക്കുകയായിരുന്നു ഞാൻ. അതുകൊണ്ട് എന്തുണ്ടായി? അങ്ങേക്ക് അറിയാലോ, എന്റെ കവിതാശ്രമങ്ങളെ എന്നും കൈപിടിച്ച് നടത്തിയിട്ടുള്ള ആളാണ് എന്റെ ഉപ്പ. എനിക്കെതിരെയും എന്റെ പാട്ടിനെതിരെയും ആരെന്ത് പറഞ്ഞാലും ഉപ്പ ചാടി വീണ് എതിർക്കും. പക്ഷേ സ്വലീഖത്ത് പാട്ടിന്റെ കാര്യത്തില് കെട്ടുകഥയെന്നും അനിസ്ലാമികമെന്നും ആക്ഷേപം, കൊണ്ടോട്ടിക്കൈക്കാരും പൊന്നാനിക്കൈക്കാരുമായുള്ള തർക്കത്തിൽ പക്ഷം പിടിക്കാൻ എഴുതിയതാണെന്ന കുറ്റപ്പെടുത്തല്, അതിനൊക്കെ പുറമെ പക്കിത്താന്റെ അകത്ത് കുഞ്ഞാവ എന്നെ കളിയാക്കിക്കൊണ്ട് എന്റെ പൊരയിൽ വന്ന് പാടിയ പാട്ട്, കൊടുങ്ങല്ലൂർ ഭരണിക്ക് പോകുന്നവരുടെ തെറിപ്പാട്ട് പോലെ. ഉപ്പാക്ക് സഹിക്കാനായിട്ടില്ല ഇതൊന്നും. അതൊന്നും കാര്യാക്കണ്ട. പിന്നെ കെട്ടുകഥ കാര്യം, ഞാൻ പറഞ്ഞ കഥകൾ അതേപടി പകർത്തുമ്പോ നീ കവിയല്ല, റാവിയാണ്, പകർത്തെഴുത്തുകാരൻ. നിന്റെ കഥാപാത്രങ്ങൾക്കെല്ലാം പേർഷ്യൻ ഛായയോ അറേബ്യൻ മുഖമോ ആയിരുന്നു. ഞാൻ പറയുന്ന കഥകൾ പുനരാവിഷ്കരിക്കുമ്പോൾ അതിന് ഈ ഏറനാടിന്റെ നിറം വേണം, സുഗന്ധം വേണം, ഈ മണ്ണിന്റെ നനവ് വേണം. ആസ്വാദകന് അവനെ തന്നെ ആ കഥയിൽ കണ്ടെത്താൻ കഴിയണം. ശരിയാണങ്ങ് പറഞ്ഞത്. എന്റെ അടുത്ത ശ്രമം ആ വഴിക്കാണ്. അങ്ങ് പറഞ്ഞു തന്ന മറ്റൊരു കഥ, ഖാജ മുയിനുദ്ദീൻ ഷായുടെ കഥ, ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ കഥ. പ്രണയത്തിനു വേണ്ടി രാജകീയ സുഖങ്ങൾ പോലും ത്യജിക്കുന്ന ഹുസ്നുൽ ജമാലിനെ ആർക്ക് മനസ്സിലാകും ഈ നാട്ടിൽ? മനസ്സിലാക്കിക്കണം. അടുക്കളയിൽ വിറകുകൊള്ളിയായി എരിഞ്ഞടങ്ങാതെ കരുത്തോടെ തലയുയർത്തി നടക്കാൻ കഴിയുന്നതാകണം പെണ്ണിന്റെ ജന്മം. ഹുസ്നുൽ ജമാലിലൂടെ അത് ഞാൻ ഈ നാടിനെ ബോധ്യപ്പെടുത്തും. എങ്കിൽ നീ എഴുത്. പാട്ടുകൂട്ടത്തെ ഞാൻ തയ്യാറാക്കാം. പാടി പറയട്ടെ അവരിത്. പൂമകളാനെ ഹുസനുൽ ജമാൽ പുന്നാരത്താളം മികന്ത ബിവി പ്രേമങ്ങൾ മെത്തെ പണി ചിത്തിരം ആഭരണ കോവ അണിന്ത ബിവി. പൂമകളാനെ ഹുസനുൽ ജമാൽ പുന്നാരത്താളം മികന്ത ബിവി പ്രേമങ്ങൾ മെത്തെ പണി ചിത്തിരം ആഭരണ കോവ അണിന്ത ബിവി. ഹിന്ദ് എന്ന രാജ്യത്തെ മഹാസിൻ ചക്രവർത്തിയുടെ മകൾ ഹുസ്നുൽ ജമാലും മന്ത്രി മസാമിറിന്റെ മകൻ ബദറുൽ മുനീറും കളിക്കൂട്ടുകാരൻ. കൗമാരമെത്തിയപ്പോൾ രണ്ടുപേരും ഗാഠമായ പ്രണയത്തിലായി. അപവാദങ്ങൾ പരന്നു. രണ്ടുപേരും തമ്മിൽ കാണുന്നത് വിലക്കപ്പെട്ടു. ഒരു രാത്രി രണ്ടുപേരും രഹസ്യമായി പൂന്തോട്ടത്തിൽ സന്ധിച്ചു. പ്രിയപ്പെട്ടവനെ, എന്റെ പിതാവ് ഈ നാട് ഭരിക്കുന്നിടത്തോളം കാലം ഈ നാട്ടിൽ നമുക്കൊന്നിച്ച് ജീവിക്കാൻ കഴിയില്ല. ദിവസവും ഒരിക്കലെങ്കിലും മുഖത്തോട് മുഖം കാണാൻ കഴിയില്ലെങ്കിൽ പ്രേമക്കടലിന്റെ കോളുകൊണ്ട ഓളം തള്ളലിൽ ഉള്ളുകലങ്ങി ഭ്രാന്തിയായി പോകും ഞാൻ. അതുകൊണ്ട് പിതാവിന്റെ സിംഹാസനവും രാജകീയ സുഖഭോഗങ്ങളുമെല്ലാം ഉപേക്ഷിക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. മരിക്കുവോളം രാജകീയമായി ജീവിക്കാനുള്ള പട്ടും ആഭരണങ്ങളുമുണ്ട് എനിക്ക്. എല്ലാം ഞാൻ എടുക്കാം. നമുക്ക് നാട് വിട്ടുപോകാം. കാടും മലയും നഗരവുമെല്ലാം എളുപ്പം കടക്കാൻ കരുത്തുള്ള ഒരു കുതിരയുമായി അർദ്ധരാത്രിക്ക് ഞാനെത്തും. സൂര്യോദയത്തിനു മുമ്പ് ഈ രാജ്യത്തിന്റെ അതിർത്തി കടക്കണം. ഹുസ്നുൽ ജമാലും ബദറുൽ മുനീറും രഹസ്യമായെടുത്ത തീരുമാനം അബൂ സയ്യാദ് എന്ന പേരായ ഒരു ചതിയൻ ഒളിഞ്ഞു നിന്ന് കേട്ടു. വിവരം മന്ത്രിയെ ധരിപ്പിച്ചു. മന്ത്രി ബദറുൽ മുനീറിനെ ചതിയിൽപ്പെടുത്തി മുറിയിൽ പൂട്ടിയിട്ടു. കാര്യമറിയാതെ ഹുസ്നുൽ ജമാൽ അർദ്ധരാത്രിയിൽ കുതിരപ്പുറത്തേറി വന്നു. ചതിയനായ അബൂ സയ്യാദ് ബദറുൽ മുനീറാണെന്ന നാട്യത്തിൽ അവർക്കൊപ്പം കൂടി. കുതിര ദേശങ്ങൾ പിന്നിട്ട് പാഞ്ഞു. പുലർച്ചെ രാജ്യാതിർത്തി കടന്നപ്പോഴാണ് ഹുസ്നുൽ ജമാൽ ചതി മനസ്സിലാക്കിയത്. ദുഷ്ട, ഈ വാളുകൊണ്ട് നിന്റെ തല ഞാൻ അറുക്കും. എന്റെ പ്രിയപ്പെട്ട മുനീറിനെ വല്ലയിടത്തും വെച്ച് ചതിച്ചിട്ടാണോ നീ എന്റെ കൂടെ ചേർന്നത്?
അയ്യോ യജമാനത്തി, എന്നെ ഒന്നും ചെയ്യരുതേ. രാത്രി മുഴുവൻ കടലിൽ വല വീശിയിട്ടും ഒന്നും കിട്ടാതെ നിരാശനായി വലയും മടക്കി വെച്ച് നിൽക്കുകയായിരുന്നു ഞാൻ. അപ്പോഴങ്ങ് ഒരു കുതിരപ്പുറത്ത് വന്ന് കേറി എന്ന് പറഞ്ഞു. ഞാനതനുസരിച്ചു, അല്ലാതെ എനിക്കൊന്നും അറിയില്ല. രാത്രിയിൽ ഉദിക്കാമെന്ന് വ്യവസ്ഥ ചെയ്ത ചന്ദ്രൻ ഉദിക്കാതെ തന്നെ ഉദിച്ചെന്ന് കരുതി ആ വെളിച്ചത്തിന് പിൻപേ ഓടുകയായിരുന്നു ഞാൻ. നേരം പുലർന്നപ്പോൾ 28-ാം നാളിലെ അമാവാസിയിൽ പെട്ടവളായിപ്പോയി. അല്ലോ, ഞാനിനി എങ്ങോട്ട് പോകൂ? നാട്ടിലേക്ക് മടങ്ങാനും കഴിയില്ലല്ലോ. മുനീറിനെ കണ്ടുപിടിക്കുന്നതുവരെ അടുത്ത രാജ്യത്തെ നഗരപ്രാന്തത്തിൽ താമസിക്കാൻ ഹുസ്നുൽ ജമാൽ തീരുമാനിച്ചു. അബൂ സയ്യാദിനോട് തന്റെ ഭർത്താവായി അഭിനയിക്കാൻ ചട്ടം കെട്ടി. എന്നാൽ അവനെ ഒരടിമയെപ്പോലെ തന്റെ വാൾമുനയിൽ നിർത്തുകയും ചെയ്തു. വാൾമുനയിൽ നിൽക്കാൻ പോണതാരാ നമുക്ക് പിന്നെ തീരുമാനിക്കാം. പാടലും പറയലൊക്കെ ഇവിടെ നിർത്തിക്കോ. എന്താ കുഞ്ഞാക്ക, എന്താ കാര്യം? കാര്യം എടങ്ങേറാണ് മോയിൻകുട്ടിയെ. ഇസ്ലാമിന്റെ കാര്യങ്ങളും ശൈഖന്മാരെ തുതികളും ഒക്കെയാണ് ഇന്നോളം നമ്മള് അറബി മലയാളത്തിൽ കേട്ടത്. ഈജിപ്പോ മൊഹബത്ത്, ഒളിച്ചോടല് ഒക്കെ പാട്ടാക്കിയാൽ സമ്മതിച്ചു തരാൻ പറ്റൂല. ഇനി നാട്ടുകൂട്ടത്തിന്റെ വിചാരണ കഴിഞ്ഞിട്ട് മതി അന്റെ പാടലും പറയലും. തങ്ങളെ തക്കിയാവിലല്ല, പള്ളിപ്പറമ്പില് അന്നെ നാളെ വിചാരണ ചെയ്യും നാട്ടുകൂട്ടം. ഇത് കേക്കണം. ഒരു പെണ്ണ് ലൂഗ്യക്കാരന്റെ കൂടെ ഒളിച്ചോടുന്നേ, എന്നിട്ട് വേറൊരുത്തന്റെ ഒപ്പം പാർക്കണ്. ഇത് എവിടുത്തെ നായാന്ന്? ഓള് പാർപ്പാക്കിയതല്ലേ ഉള്ളു. ഓനെ പൊരക്ക് പുറത്തല്ലേ ഇപ്പോഴും കിടത്തല്. ആ ചതിയൻ അബൂസയാദിന് ഓള് കൽബിൽ ഇടം കൊടുത്തോ? മേത്ത് തൊടാൻ വയ്ക്കോ? ഇല്ലാലോ. കഥ തുടരിന്റെ മോയിൻകുട്ടിയെ. അല്ലാന്ന് ഇങ്ങള് പറയണേ. അനക്ക് കേക്കാൻ പൂതിയില്ലെങ്കില് തിരിഞ്ഞിരുന്നാളാ ഈ പറയന്റെ കുട്ടിയെ. കൂട്ടക്കാരോടൊക്കെ പാടാനും പറ. വിടുവായനായ അബൂ സയ്യാദ് കുഴപ്പത്തിൽ ചാടി. ആ നാട് ഭരിച്ചിരുന്ന ബഹജർ രാജാവിന്റെ കൊട്ടാരത്തിലെത്തിയ അവൻ രാജാവുമായി കൂട്ടുചേർന്നു. ഹുസ്നുൽ ജമാലിനെ രാജാവിന് കൈമാറാനും പകരം രാജാവിന്റെ മകളെ അബൂ സയ്യാദ് വിവാഹം ചെയ്യാനും ധാരണയുണ്ടാക്കി. അവളെ കൂട്ടിക്കൊണ്ടുവരാൻ രാജാവ് ഒരു പരിചാരികയെ പറഞ്ഞയച്ചു. കുമാരി, ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. ബഹജർ രാജാവിന്റെ കൽപ്പന അനുസരിക്കാതെ ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയില്ല. അയാൾ കണ്ണുവെച്ചാൽ ഒരു പെണ്ണിനും രക്ഷപ്പെടാനും കഴിയില്ല. ഓഹോ, അത്രയ്ക്ക് വീരശൂര പരാക്രമിയാണോ അയാൾ? എങ്കിൽ വരട്ടെ. പെണ്ണിന്റെ വാൾമുനയുടെ മൂർച്ച എന്താണെന്ന് അയാൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം. എന്ത്, ഒരു പെണ്ണിന് ഇത്ര ധിക്കാരമോ? നമ്മുടെ 4 പടയാളികൾ ചെന്ന് അവളെ ബന്ധിച്ചു കൊണ്ടുവരട്ടെ. പോയിക്കോ, ചെന്ന് നിന്റെയൊക്കെ ഒടയ തമ്പുരാനോട് പറയ്. പെണ്ണിന്റെ മാനത്തിന് വില പറഞ്ഞാൽ അവന്റെ തല ഞാൻ എടുക്കുമെന്ന്. നിങ്ങളുടെ രാജാവിനും എന്നെ വഞ്ചിക്കാൻ ഇറങ്ങിത്തിരിച്ച ചതിയൻ അബൂ സയ്യാദിനും മാപ്പ് തരില്ല ഞാൻ. അവന്റെയൊക്കെ തലയറുക്കാൻ ഇതാ ഞാൻ അങ്ങോട്ട് വരുന്നു. ഒറ്റയാൾ സൈന്യം പോലെ അവൾ കുതിച്ചു വരുന്നത് കണ്ട് രാജാവ് പേടിച്ച് കാട്ടിലൊളിച്ചു. കുറച്ചു നേരത്തിന് ശേഷം ക്ഷീണം കൊണ്ട് മയങ്ങിപ്പോയ ഹുസ്നുൽ ജമാൽ ഉണർന്നു നോക്കുമ്പോൾ അടുത്തൊരു പുരുഷരൂപം. ജിന്നുകളുടെ രാജാവായ ഷിഹാബിന്റെ മകൻ മുഷ്താഖ്. ഹുസ്നുൽ ജമാലിന്റെ സൗന്ദര്യത്തിൽ മതിമറന്ന അയാൾ ആകാശയാത്രക്കിടെ താഴേക്കിറങ്ങിയതാണ്. അയാളുടെ വിവാഹാഭ്യർത്ഥന നേരിടാൻ അവൾ ഒരു കള്ളക്കഥ പറഞ്ഞു. അസുഖമാണെന്നും അത് മാറും വരെ തന്നെ സമീപിക്കില്ലെന്ന് ഉറപ്പുകൊടുത്താൽ കൊട്ടാരത്തിൽ വന്ന് താമസിക്കാമെന്നായിരുന്നു അവൾ പറഞ്ഞത്. അങ്ങനെ അവൾ മുഷ്താഖിന്റെ കൊട്ടാരത്തിൽ താമസിച്ചു. അപ്പോ പെൺകുട്ടിയുടെ കാര്യം തൽക്കാലത്തേക്ക് കഴിച്ചിലായി. പക്ഷേങ്കില് ബദറുൽ മുനീറിന്റെ കഥ എന്തായി? കഥ അവിടെ നിക്കട്ടേന്ന്. നിങ്ങൾ വിസാരണന്റെ കാര്യം നോക്ക്. ഒന്നും മുണ്ടാതിരിക്കു കുഞ്ഞാവേ. രാഗം ഭയമുട്ടി നിൽക്കുമ്പോളാ ഓന്റെ ഹീലത്ത്. വേഗം സ്ഥലം വിട്ടാളാ, ഇല്ലെങ്കിൽ ഇക്കണ്ട ജനലിനും കൂടി
അന്ന വിചാരണ ചെയ്യും. കട്ടുമ്മൽ പിണ്ടരുളാത്തക്ക തൊണ്ടതിലുണ്ടാനേ ഒരുത്തി കനിലൂതിത്തെ കമർ പോൽ മുഖം കത്തിലങ്കി മറിന്താനേ വണ്ടിറകൊത്ത കറുപ്പ് മൂടിക്കെട്ടും വില്ലുല കൊൽപ്പാനേ തിലകം വാർച്ചമുഖം മൂക്കും പോർവ വീഴച്ചുണ്ടും കാറക്കഴുത്താനേ കിണ്ടികീലശം ഇരിപ്പോ നൽച്ചെപ്പോ മതിപ്പോ ഉറപ്പാനേ നൽകുഞ്ഞി കിണ്ണമോ കണ്ണാടി കട്ടിമഴിയിട്ട വട്ടമുലയാനേ കണ്ടാരക്കട്ടുമ്മൽ വിണ്ടരുളാതക്ക് തൊണ്ടതിലുണ്ടാനേ. അല്ലേന്ന് ഓൻ ഏത് നേരവും പാട്ടും കൂട്ടായിട്ട് സർക്കിയിട്ടേ. ഇനി എന്നാ ഓനെ ഒന്ന് പിടിച്ചു കെട്ടണേ? മോയിൻകുട്ടിന് വയസ്സ് എത്ര എന്നുള്ള വിചാരം ഉണ്ടോ നിങ്ങക്ക്? നിങ്ങൾ പറയ്, ഓൻ എത്ര വയസ്സായി? സൂക്ഷം കണക്ക് അറിയൂല, എങ്കിലും 20 കഴിഞ്ഞ്. എന്തേ അങ്ങനൊരു കണക്ക്? ഓന്റെ 16-ാം വയസ്സില് സലീക്കത്ത് പടപ്പാട്ട്, 20-ല് ബദറുൽ മുനീർ ഹുസനുൽ ജമാൽ. നിങ്ങൾക്ക് എല്ലാം പാട്ടിന്റെ കണക്കില്ല. ഓനെ പെണ്ണ് കെട്ടിക്കാനുള്ള കാലം കടന്നു മനസ്സിലാ. ഓർക്കാഞ്ഞിട്ടല്ല കുഞ്ഞാമിനോ, പറ്റിയതൊന്നും ഒത്തു വരണ്ടേ? ഓന്റെ സർക്കീട്ടിനും പാട്ടിനും ഒത്തുപോകുന്ന പെണ്ണൊരുത്തിയെ കിട്ടണ്ടേ? അജാതി പെണ്ണൊരുത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു വരണേ. നല്ല മൊഞ്ചത്തി, നല്ല സ്വഭാവം. പാട്ട് പാടുന്ന മാത്രല്ല, ഓള് പാട്ട് കെട്ടുകയും ചെയ്യും. ഏതാ? തലയഞ്ചേരി മുഹമ്മദ് സാഹിബിന്റെ മോളെ ഫാത്തിമ കുട്ടി. എന്തേ പിടിച്ചില്ലേ നിങ്ങക്ക്? ഓര് സമ്മതിക്കുവോ? വലിയ കാശുകാരല്ലേ? അല്ലേന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാലോ. ഉടനെ ജൂമയിലെത്തിറങ്ങി നാടന്ത് ചെണ്ട് ഉരയുന്നവനോടൻ കൂടെ വാരണമുണ്ട് പടിവുറ്റാരശി വിളിക്കും നാടുത്ത് കാമാൻ വളരെ കോതിയെങ്കിൽ ഇങ്ങേ വരട്ടെ തേമാൻ. പാട്ടും കൂട്ടൊന്നും വേണ്ടാന്ന് ഞമ്മള് പറയൂല. പക്കെങ്കില് വൈദ്യശാലേന്റെയും പെരേന്റെയും കാര്യത്തില് ഓനൊരു കണ്ണുണ്ടാകണം. ഓൻ നയിച്ചിട്ട് വേണ്ടാലോ ഇവിടെ കാര്യങ്ങൾ നടക്കാൻ. അതിപ്പോ നിങ്ങൾ ഉയരോടെ കിടന്ന് മേക്കണ കൊണ്ട് എപ്പോഴും അതുണ്ടാവുമോ? പാട്ടെടുത്ത് കുത്തിയാ ചോറാവുമോ? ഒക്കെ ശരിയായിക്കോളും. ഇപ്പോ നമുക്കിത് അങ്ങോട്ട് ഉറപ്പിക്കാം. മംഗലത്തിൻ നിമ്പമൂറ്റ പദവി ദിനമേ കുറി കുറിത്ത് മണ്ഡലത്തൊക്കെ പരക്കൈ കഥകൾ അറിവാൻ വിടை കൊടുത്ത് ഭംഗിതത്താൽ മുൽക്ക് നഗരം പിറകെ മകുട. ഫാത്തിമക്കുട്ടി പാട്ട് കിട്ടുമെന്ന് ഉമ്മ പറഞ്ഞിട്ടോ? പാട്ടെന്ന് പറയാൻ പറ്റൂന്ന് അറിയൂല. ഇനിയിപ്പോ എന്തായാലും എഴുതുന്നത് എന്നെ കാണിക്കണം കേട്ടോ. തിരിച്ച് ഞമ്മളെയും കാണിക്കൂ. ഞാൻ എഴുതുന്നതോ? ഞാൻ എഴുതുന്നത് എപ്പോ എവിടെ വെച്ച് എന്നൊന്നും പറയാനാവൂല ഫാത്തിമക്കുട്ടി. ചിലപ്പോ പാട്ട് കൂട്ടക്കാർക്കൊപ്പം പോകുമ്പോ, ചിലപ്പോ പുതിയ വാക്കും സംഗീതവും തേടിയുള്ള സർക്കീട്ടിനിടയ്ക്ക്. മുമ്പൊക്കെ എപ്പോഴും സർക്കീട്ടിലാവുന്ന ഉമ്മ പറഞ്ഞിരിക്കണം. നോക്കുമ്പത്തേ പാട്ടാണ് എന്റെ എല്ലാം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തും. ഇതൊക്കെ മനസ്സിലാവുന്ന ഒരാള് കൂട്ടിന് വരണേന്നായിരുന്നു പ്രാർത്ഥന. അത് പടച്ചോൻ കേട്ടുന്ന് വിശ്വസിച്ചോട്ടെ ഞാൻ. എന്തോ ഉമ്മക്കറിയൂല. അതെന്താ അങ്ങനെ പറഞ്ഞത്? അത് ഒന്നോർത്താ ഈ ദുനിയാവിലെ ഏറ്റവും നസീബുള്ള പുതുപ്പെണ്ണാ ഞാന്. എങ്ങനെ? എന്റെ പുയ്യാപ്പിള ഇത് ഒപ്പനല്ലേ ഇക്കഞ്ഞി രാവിലെ ഒപ്പരുന്ന് ഞമ്മള് കേക്കണ. എങ്കിലും ഈ ഒപ്പന കേട്ട് നമുക്ക് പേടിയാണ്. അതിന്റെ താളം മുട്ടണത് എനിക്ക് നെഞ്ചിലാ. അതെന്താ അങ്ങനെ? ബദറുൽ മുനീറിന്റെ കല്യാണൊപ്പനല്ലേ ഇത്? മൂപ്പർക്ക് വേണ്ടി ഒക്കെ വലിച്ചെറിഞ്ഞ ഹുസ്നുൽ ജമാലിനെ മൂപ്പര് കെട്ടി. പറ്റിയെങ്കി കൂട്ടത്തില് ഗമർബാനെയും സുഫൈറത്തിനെയും ജമീലിനെയും കൂടെ കെട്ടി. ഓ, അതാണോ കാര്യം? ഇസ്ലാമിന് നിരക്കാത്ത കാര്യമൊന്നുമില്ലല്ലോ അത്. ഹുസ്നുൽ ജമാലിന് സമ്മതമായിരുന്നു. നിറമനസ്സോടെ സമ്മതിച്ചാന്ന് ആരാ പറഞ്ഞ്? ഓ ശരി ശരി, അങ്ങനെയല്ലെന്ന് വെച്ചു. പിന്നെ ഹുസ്നുൽ ജമാലിന്റെ സ്ഥാനത്ത് നിന്റെ ഫാത്തിമക്കുട്ടിയാണെങ്കിലോ?
ഞമ്മള് കിണറ്റില് വെള്ളം മുക്കണ പാളേന്റെ കയറയച്ചെടുത്ത് ഒരൊറ്റ അറ്റത്ത് കെട്ടും, മറ്റേ അറ്റം കൗത്തില് കെട്ടിയിട്ട് താഴേക്ക് ചാടിക്കളിയും. എന്റെ പൊന്നെ പേടിപ്പിക്കല്ലേ. എന്ത് വന്നാലും ഞാൻ ഇനി വേറെ കെട്ടു പോരെ. അലങ്കാര പദവി ഒറ്റോടുങ്ങവണ്ണം ആദർപ്പങ്ങൾ ചുരുക്കി ഞാൻ പറയും കന്നം. അലങ്കാര പദവി ഒറ്റോടുങ്ങവണ്ണം ആദർപ്പങ്ങൾ ചുരുക്കി ഞാൻ പറയും കന്നം. മലബാർ ഡിസ്ട്രിക്ട് പോലീസ് സൂപ്രണ്ട് മിസ്റ്റർ ഫാസറ്റ് കൊട്ടാരം സന്ദർശിക്കാൻ എത്തിയിരിക്കുന്നു. ഓ, സന്ദർശനം. കരം കൂടുതൽ ചോദിക്കാനായിരിക്കും. ആ, ഏതായാലും വരാൻ പറയൂ. വരണം വരണം മിസ്റ്റർ ഫാസറ്റ്. ഞാൻ താങ്കളെ അങ്ങോട്ട് വന്ന് കാണാനിരിക്കുകയായിരുന്നു. നാട്ടിൽ പലയിടത്തും കൊള്ളയും കൊലയും നടക്കുന്നു. ഇതൊക്കെ അടിച്ചമർത്താമെന്ന് പറഞ്ഞ് കപ്പം വാങ്ങുന്ന നിങ്ങളുടെ പട്ടാളം ഉറക്കം തൂങ്ങുക. എന്താഹേ ഇതിന്റെയൊക്കെ അർത്ഥം? തീരപ്രദേശങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായതായി കാണുന്നില്ല. ഉൾനാടുകളിലാണ് ചില കലാപങ്ങൾ കണ്ടിട്ടുള്ളത്. അതിന്റെ കാരണം ഞങ്ങൾ അന്വേഷിക്കുകയാണ്. കാരണം വേറൊന്നല്ല, എറിഞ്ഞു കൊടുക്കുന്ന ഉച്ചിഷ്ടം തിന്ന് എന്ത് പണിയും ചെയ്യാൻ നടക്കുന്നവരൊക്കെ ഇപ്പോഴേ പണിയെടുക്കാൻ വരാണ്ടായിരിക്കുന്നു. പണിക്കാരൊക്കെ കൃഷിക്കാരായി. നമ്മൾ ഏറ്റെടുക്കുന്ന കൃഷിഭൂമിക്ക് നമ്മൾ നിശ്ചയിക്കുന്ന പാട്ടം അവർ തരുന്നില്ല. ഒഴിപ്പിക്കാൻ ചെല്ലുന്നവരെ ആക്രമിക്കുന്നു. ഇതിനൊരു പരിഹാരം കണ്ടേ തീരൂ. അല്ലാണ്ട് കപ്പം ചോദിക്കാൻ മാത്രം അങ്ങോട്ട് വരണ്ട. അല്ല, കുറച്ചു കാലായിട്ട് അനക്കെന്താ ഒരടങ്ങേറ്, ഒരു ഉഷാറില്ലാത്ത മാതിരി? ഒന്നുമില്ലപ്പ, മനസ്സിനാകെ എന്തോ ഒരു തരം അലട്ടല്. അതെന്താന്നാ ഞാൻ ചോദിച്ചത്. ബദർ മുനീർ പാട്ടിന്റെ പേരില് കളിയാക്കി നടന്നവരൊക്കെ അടങ്ങി. പുരയിലാണെങ്കിൽ ഓടിച്ചാടി നടക്കാൻ കുട്ടികളായി. ഇനി എന്തിനാ ബേജാറ്? അപ്പാ, നാട്ടിലെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോ നാടുവായുടെയും കൈക്കാരുടെയും അതിക്രമങ്ങള് കൂടി കൂടി വരിക. പാവപ്പെട്ട കൃഷിക്കാർക്ക് നേരെയാ ദ്രോഹം മുഴുവൻ. ഒന്ന് ഉരിയാടാൻ പോലും തയ്യാറാവാണ്ട് എല്ലാം സഹിക്കുക പാവങ്ങള്. പുറം നാട്ടിൽ നിന്ന് വന്നവര് ഇന്നാട്ടി പറഞ്ഞവരെ അടിമകളാക്കി കുടിയൊഴിപ്പിച്ചു. എന്നിട്ട് ആരും ഒന്നും മിണ്ടുന്നു പോലുമില്ലല്ലോ. അതിപ്പോ പുതിയ നിയമം വന്നതല്ലേ? വന്നതല്ല, വരുത്തിയതല്ലേ. ചോരക്കുടിയന്മാർക്ക് വേണ്ടിയുള്ള നിയമം. അതിനിപ്പോ നമ്മളെന്താ ചെയ്യാ? നാടുവാഴിന്റെയും ബിലാത്തി പട്ടാളത്തിന്റെയും ആൾബലവും ആയുധബലവും പാവപ്പെട്ട കൃഷിക്കാരനുണ്ടോ? ആൾബലവും ആയുധബലവും കൊണ്ട് മാത്രം ലോകത്തൊരു യുദ്ധവും ജയിക്കാനായിട്ടില്ല ആർക്കും. ദൃഢനിശ്ചയത്തോടെ, വിശ്വാസത്തോടെ, ഇച്ഛാശക്തിയോടെ ചെറുത്തു നിന്നാൽ ആൾബലത്തെയും ആയുധബലത്തെയും മറികടക്കാൻ കഴിയും. ചരിത്രത്തിൽ അതിന് തെളിവുണ്ട്. ബദർ യുദ്ധം. ബദർ പടയെക്കുറിച്ച് പാട്ട് കെട്ടണം. എണ്ണത്തിൽ കുറഞ്ഞാലും ഇച്ഛാശക്തി കൊണ്ട് ജയിക്കാമെന്ന കാര്യം അതിൽ കൂടി മനസ്സിലാക്കി കൊടുക്കണം. ബദർ പടയെപ്പറ്റി എത്രയോ പാട്ടുകളുണ്ട്. ഇനിയും ഒരു പാട്ട്. ശരിയാണ്. ബദർമാല, ബദർ ബൈത്ത്, ബദർ ഒപ്പന, ബദർ കസ്, പാടി പതിഞ്ഞ പാട്ടുകൾ. എല്ലാവരുടെയും പുരയിലുണ്ട് ഉപ്പ ഇതൊക്കെ. എന്നിട്ടും ഇതെല്ലാം ചെറിയ ചെറിയ പാട്ടുകളായി. ബദർ പടയെക്കുറിച്ച് ഒരു മഹാകാവ്യം, ഈ നാട് മുഴുവൻ ഏറ്റുപാടുന്ന ഒരു മഹാകാവ്യം. അതാണ് എന്റെ ലക്ഷ്യം. ഇന്നോളം എഴുതപ്പെട്ട ബദർ യുദ്ധകാവ്യങ്ങളെല്ലാം കൊണ്ടെത്തണം. എല്ലാത്തിൽ നിന്നും ഉയരു നേടിയ ഒരു പടപ്പാട്ട്, ആൾബലത്തിന്റെ അഹങ്കാരത്തിന് നേരെ കൊടുങ്കാറ്റായി വീശിയടിക്കുന്ന ഒരു പാട്ട്. അതിനായുള്ള യാത്ര ഞാൻ തുടങ്ങുകയായി. നമ്മുടെ പാട്ടുകൂട്ടങ്ങളിലൂടെ ഒരു പടപ്പാട്ട് ഈ നാടിന്റെ മുക്കിലും മൂലയിലും എത്തും. ഗസ്വദു ബദ്രുൽ കുബ്ര. പദത്തിലെ അലിഫ് അലിഫില്ല മകമിയം അലിഫക്ഷര പൊരുൾ ബിസ്മില്ല അരിമക്കலை കുത്തുബനുദിനം ഖുർആനിൽ അളകൂറ്റല കുറി ബിസ്മില്ല. പദത്തിലെ അലിഫ് അലിഫില്ല മകമിയം അലിഫക്ഷര പൊരുൾ ബിസ്മില്ല അരിമക്കலை കുത്തുബനുദിനം ഖുർആനിൽ അളകൂറ്റല കുറി ബിസ്മില്ല. ഖുർആനിൽ പൊരുൾ മുള്ളുതടകിന പരിശ കടൽ പതി ബിസ്മില്ല ബദറ പട കൊടു കവിനുവൽ വതിൻ മുതൽ ബരി ബെത്തബ് തതി ബിസ്മില്ല. പദത്തിലെ അലിഫ് അലിഫില മകമിയം അലിഫക്ഷര പൊരുൾ ബിസ്മില്ല
കലകുത്തു ബനുദിനം ഖുർആനിൽ അഴകൂറ്റലകുറി ബിസ്മില്ല. എന്താ അത് മിസ്റ്റർ ഫാസറ്റ്? കുടിയൊഴിയാതെ തിരിച്ചടിക്കുന്ന കൃഷിക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. തയ്യാറായി വരുമ്പോഴേക്കും കൊള്ളക്കാർ ഈ കോലോത്തിന് തീയിട്ടിട്ടുണ്ടാവും. നിങ്ങളോട് പലവട്ടം പറഞ്ഞതല്ലേ ആ ബദർപ്പാട്ടങ്ങ് നിരോധിക്കാൻ. എന്താ കേക്കാത്തെ? We have no evidence to ban it. കലാപത്തിന് വന്ന 200ഓളം പേര് നിങ്ങളെ വെടിയേറ്റ് ചത്തില്ലേ? അതിൽ മിക്കവരുടെ അരയിലുണ്ടായിരുന്നില്ലേ ആ പാട്ട്? ബട്ട് ആ പാട്ട് ഞാൻ വിശദമായി സ്റ്റഡി ചെയ്തു. എന്റെ ഇൻസ്പെക്ടർ മിസ്റ്റർ കണ്ണൻ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു തന്നിട്ടുണ്ട്. കൃഷിക്കാർ മാത്രമല്ല, വണ്ടിക്കാരും കാലിച്ചക്കന്മാരും എല്ലാം അത് പാടുന്നുണ്ട്. മുസ്ലിങ്ങൾ മാത്രമല്ല, തീയരും ചെറുമക്കളും പറയരും എല്ലാം അത് പാടി നടക്കുന്നുണ്ട്. So we have no cause to ban it. കാന കോനമറൽ മക്കാവ് വിട്ട് നബി പക്കാ മദീന തണവായി ആരേതുമെത്തിടുക ഈരാറുമൊത്ത ഷഹർ ബാറാൽ പോറുത്ത പിറകെ. അക്കാന കോനമറൽ മക്കാവ് വിട്ട് നബി പക്കാ മദീന തണവായി ആരേതുമെത്തിടുക ഈരാറുമൊത്ത ഷഹർ ബാറാൽ പോറുത്ത പിറകെ. വൈദ്യരെ, ഉണ്ണി മുഹമ്മദ് വൈദ്യരെ. അല്ല, കുഞ്ഞാവെ കണ്ടിട്ട് കാലം കുറേ ആയിരുന്നു. ദണ്ണം ജാസ്തിയാ. ഇന്ന് വെച്ച് മരുന്ന് വാങ്ങാനൊന്നും വന്നതല്ല. ബദർപ്പടപ്പാട്ട് ഇങ്ങനെ നാടായ നാടൊക്കെ ആവേശത്തോടെ പാടുന്നത് കാണുമ്പോ മോയിൻകുട്ടിനെ കണ്ട് 4 നല്ല വാക്ക് പറയാനൊരാശ. എവിടെ മൂപ്പര്? കുറച്ചു കാലായിട്ട് കോഴിക്കോട്ടാണ്, മുച്ചുന്തി പള്ളിയിൽ. ഉഹദ് യുദ്ധം ഒരു കാവ്യാക്കാനുള്ള പണിത്തിരക്കിലാവാൻ സിറത്തുൻ നബിയും വേറെ അറബി ഗ്രന്ഥങ്ങളെല്ലാം വിശദമായി പഠിക്കാൻ മുച്ചുന്തി പള്ളിയിലെ കിൽസിങ്ങാന്റെ അകത്ത് അബൂബക്കർ ഖാലിന്റെ ഒപ്പര താമസം. അത് മുഴുമിച്ചിട്ടേ മടങ്ങുന്നാ കേട്ടത്. ബദർ പടപ്പാട്ടോടെ മോയിൻകുട്ടി എന്നത്തെയും വലിയ പാട്ടുകെട്ടുകാരനായി. സന്തോഷം. മംഗലാപുരത്തുനിന്ന് പോലും സ്വർണ്ണടലോ മറ്റോ കിട്ടിയെന്ന് കേട്ടു. പെരുത്ത് സന്തോഷം. പക്ഷേ ബദർ യുദ്ധമല്ല, ഉഹുദ്. അതൊരു തോറ്റ യുദ്ധാണ്. റസൂലിന്റെ വാക്ക് ധിക്കരിച്ചതിന്റെ ശിക്ഷന്റെ കഥ. നേതാവിന്റെ കൽപ്പന കേട്ട് നടക്കാത്തവരെ കാത്തിരുന്ന വീഴ്ചന്റെ കഥ. ഉതകുവീന്ന മുക്കുടൻ മുഹമ്മദോടെ തീർക്കണം. ഒട്ടുണ്ടോ ഈ മാൽബയീർകൾ ലാഭം ഇപ്പോൾ പാർക്കണം. ഹൃദയുദ്ധകാവ്യം നമ്മുടെ നാട്ടുകാർ ഏറ്റുപാടി നടക്കാത്തതിൽ വിഷമൊന്നുമില്ല എനിക്ക്. ബദർ പടപ്പാട്ടിന് കിട്ടിയ സ്വീകരണം കിട്ടില്ല എന്നും അറിയാമായിരുന്നു. ജയിക്കുന്ന നിമിഷം പോലെ പ്രധാനമാണ് തോൽക്കുന്ന നിമിഷം. അതൊന്ന് ഓർമ്മപ്പെടുത്താൻ ഒരു പാട്ട് അതന്നെ. നിക്കാഹ് കഴിഞ്ഞ രാവിലെ നിങ്ങൾ എന്നോട് പറഞ്ഞ വാക്ക് കാത്തിട്ടേ ഉള്ളൂ എന്നോളം. ഇന്റെ കാര്യല്ല, കുട്ടികൾക്ക് ബസനുണ്ട് കാണാൻ കിട്ടാത്തേല്. ആ മൂത്തോന്റെ കാര്യ സങ്കടം. പാട്ടും കവിതയൊക്കെ നിറഞ്ഞ നെഞ്ചായിന്റെ. ഉപ്പുപ്പാന്റെയും ഉപ്പാന്റെയും വഴിക്ക് നടപ്പ് തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ തന്നെ. പിന്നെ ഒരു തൊട്ടവാടിത്തരും. ബദർ പടപ്പാട്ട് കഴിഞ്ഞ് മനസ്സ് തെളിഞ്ഞ് ചിരിച്ചവരുടെ മുന്നിൽ ഇനിയും തലപൊന്തിച്ച് നിൽക്കണം എന്നൊരാശ. അതുകൊണ്ട് തന്നെ അടുത്ത പാട്ടിൻ്റെ കാര്യത്തിൽ ലേശം പേടിയുണ്ട്. മലപ്പുറം പട ഇന്നോളം ചെയ്ത പോലെയല്ല അത്. നമ്മുടെ നാട്ടിൽ തന്നെ നടന്നൊരു സംഭവം. തെറ്റ് വരാൻ പാടില്ല. ജന്മികളും കുടിയാന്മാരുമായിട്ടുള്ള വഴക്കിന് കച്ചേരിയിലെ പുസ്തകത്തിന് വ്യാഖ്യാനം വേറെയാ. ശുഹതാക്കളായവരിൽ ഒരു തട്ടാനുമുണ്ടായിരുന്ന കാര്യം മറച്ചു വെച്ചിട്ടാണ് ഈ കഥയൊക്കെ വെള്ളപ്പിശാചുക്കൾ പറഞ്ഞു പരത്തിയത്. എല്ലായിടവും പോകണം, എല്ലാം നേരിട്ട് കാണണം. ഒരുപാട് സർക്കിട്ട് വേണ്ടി വരും അതിന്. ഹായ്, വരിക വരിക. നാട്ടുകാർ മുഴുവൻ പാടി നടക്കണ പാട്ടുകൾ തീർക്കണ ആളെക്കുറിച്ച് ഏറെ കേട്ടിരിക്കണു. ഇപ്പോഴെങ്കിലും കാണാനിടയുണ്ടായല്ലോ, ഭാഗ്യം. വിളിപ്പിച്ചത് എന്തിനാന്ന് പറഞ്ഞാൽ, ഹൈ, അപ്പോഴേക്കും തിടുക്കായോ? എന്നാ കേട്ടോളൂ, നോം മോയൂട്ടിക്ക് ഒരു പട്ടും വളയും തരാൻ തീർച്ചയാക്കിയിരിക്കണു. എന്താ? എന്തിനാണാവോ? ഹൈ, പ്രത്യേകിച്ചൊന്നുമില്ല.
അത് ഇവിടെ ഒരു പതിവാ. പിന്നെ എഴുത്തെല്ലാം അറബി മലയാളത്തിലാണല്ലോ. ഇനി മലയാളത്തിലൊന്ന് ശ്രമിച്ചൂടെ? നമ്മുടെ കുടുംബചരിത്രം തന്നെ ആവാം. എന്താ? ക്ഷമിക്കണം, പട്ടും വളയും മോഹിച്ചല്ല എഴുത്ത്. ഞാൻ ജനിച്ച ജീവിക്കുന്ന സമുദായത്തിന്റെ ഇരുണ്ട മൂലകളിൽ കഴിയുന്നവരുണ്ട്. അവർക്ക് വെളിച്ചം പകരാൻ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെ എഴുതണം. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഒരു വിരോധമില്ല. പിന്നെ ഈ അടുത്ത കാലത്ത് മലപ്പുറത്തും തിരൂരും താനൂരും തിരൂരങ്ങാടിയിലുമെല്ലാം ഒന്ന് കറങ്ങി അല്ലേ? ആ, പള്ളി പണിഞ്ഞതിന്റെയും പൊളിച്ചതിന്റെയും വീണ്ടും പണിച്ചതിന്റെ എല്ലാം വിവരം ശേഖരിക്കാൻ ഇല്ലേ? മലപ്പുറം പടയുമായി ബന്ധപ്പെട്ട് ഒരു കാവ്യം രചിച്ചും വരികയാണ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, കാലം നന്നല്ലാന്ന് അറിയാലോ. സത്യം എന്താന്ന് വേണ്ടപ്പെട്ടവർ പറഞ്ഞാൽ വിശ്വസിക്കണ കാലമൊക്കെ പോയിരിക്കണു. ഇപ്പൊ പാട്ടിലാ കമ്പം. ഇല്ലാത്ത കാര്യമായാലും പാട്ടിലായാൽ അത് നേരെയായി എന്നാ സ്ഥിതി. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ വേണ്ട വിധം കൈകാര്യം ചെയ്യണം. എഴുതേണ്ടത് ഏതെന്നും എഴുതാൻ പാടില്ലാത്തത് ഏതെന്നും ഒക്കെ നോം ഒരു തീട്ടൂർ അങ്ങോട്ട് തരാം. അതനുസരിച്ചായിക്കോട്ടെ കസർത്ത്, അല്ലേ ഈ എഴുത്തേ? തീട്ടൂരം വാങ്ങി ശീലല്ല. ചരിത്രാന്വേഷണത്തിന് സ്വന്തമായൊരു രീതിയുണ്ട്. എന്താണാവോ ആ രീതി? ഒരു റിവായത്ത് കിട്ടിയാൽ ദിറായത്ത് കൊണ്ട് അളക്കും. എന്നുവെച്ചാൽ ഒരു വിവരം കിട്ടിയാൽ വിശ്വാസ്യത കൊണ്ട് അളക്കും. മലബാർ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഏവരെയും ഇതിനാൽ തെര്യപ്പെടുത്തുന്നതെന്തെന്നാൽ, കൊണ്ടോട്ടി ഓട്ടുപാറ മോയിൻകുട്ടി വൈദ്യർ എന്നവർ എഴുതിയ മലപ്പുറം പടപ്പാട്ട് രാജ്യദ്രോഹപരമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന കൃതിയാണെന്ന് ഉത്തരവാദപ്പെട്ടവർക്ക് ബോധ്യം വന്നിരിക്കുന്നു. ഈ പാട്ട് പാടുന്നതും ഇതിന്റെ പകർപ്പ് കൈവശം വയ്ക്കുന്നതും നിയമലംഘനമായതിനാൽ നിരോധിച്ചിരിക്കുന്നു. എനിക്കുപ്പനെ കാണണം. കരയില്ല കുഞ്ഞ, കരഞ്ഞാല് ദീനം കൂടും. എനിക്കുപ്പനെ കാണണം. അല്ല പാത്തുമ്മ, എത്ര നാളായി മൂപ്പര് പോയിട്ട്? 2-3 മാസം കഴിഞ്ഞിക്കണ്. പാട്ട് കണ്ടു കെട്ടിയതറിഞ്ഞ് മാറി നിക്കുന്നതാ? അല്ല, അതിനൊക്കെ മുന്നേ പോയതാ. പാട്ട് ബലക്കിയ കാര്യം മൂപ്പര് അറിഞ്ഞിട്ടുണ്ടാവൂല. എനിക്കുപ്പനെ കാണണം. കരയില്ല മോനെ. എനിക്കുപ്പനെ കാണണം. ഉപ്പ വരും. കരയില്ല മോനെ. തുളുനാട്ടില് ഇടയ്ക്കിടെ ഉണ്ടാവും പുലവന്മാരുടെ സമ്മേളനം. കഴിഞ്ഞ തവണ വന്നവരെല്ലാം ചോദിച്ചിരുന്നു നിങ്ങളുടെ കാര്യം. കഴിഞ്ഞ ദിവസം വന്നവര് ഒരു സ്വീകരണത്തിന്റെ കാര്യം ഏർപ്പാടാക്കാനാ വന്നത്. ഓലോട് എന്താ പറയേണ്ടത്? ഒരാഴ്ചന്റെ കാര്യമല്ലോ, നോക്കാം. 2 ദിവസം മുന്നേ മൊഗ്രാൻ പുത്തൂർന്ന് ഒരാൾ വന്നിരുന്ന്. മൂപ്പരൊരു കാര്യം പറഞ്ഞ്. എന്താ? മലബാർ മജിസ്ട്രേറ്റ് മലപ്പുറം പടപ്പാട്ട് നിരോധിച്ചിരിക്കണെന്ന്. എന്നിട്ട് എന്താ എന്നോട് പറയാതിരുന്നത്? അതിപ്പോ പറഞ്ഞാലും നാട്ടിലേക്ക് ചെല്ലുന്നത് ബുദ്ധിയല്ലാന്ന് നിങ്ങൾക്കറിയാലോ. വന്നത് വന്ന് ഒക്കെ ഒന്നടങ്ങും വരെ മംഗലാപുരത്തും പരിസരത്ത് നിന്നാ മതി. അതാ നല്ലത്. ഒരു ഭീരുവിനെ പോലെ അല്ലേ? ഒളിച്ചു പാർക്കണമെന്ന് അല്ലേ? അല്ല, എല്ലാം ഒന്ന് കലങ്ങി. ഇല്ല, ഞാൻ ഇന്ന് തന്നെ മടങ്ങും. പോയേ പറ്റൂ. തീനം കൂടിയിട്ടുണ്ട്. കൂട്ടിയാ കൂടാത്ത നിലക്ക. കായൽപട്ടണത്തേക്കും തെലുങ്കാനത്തേക്കും വരെ ആള് പോയിട്ടുണ്ട്. കണ്ടു കിട്ടിയാലേ കയ്യോടെ കൂട്ടി വരും. കൊണ്ടാവല്ലേ ജയിലടക്കല്ലേ ഉപ്പ. മോനെ. പല ദിക്കിലേക്കും തെരഞ്ഞു പോയവരെല്ലാം മടങ്ങിയെത്തി. ഇനി കാക്കണോ? കാക്കേ, ആരെ കാക്കാൻ? വീടും കുടിയും മറന്ന് ഊര് തണ്ടാൻ പോയത്തിനെയും കാത്ത് ഈ കുട്ടീന്റെ മയ്യത്തിന് കാവലിരിക്കാനാ? നിങ്ങൾക്ക് എന്താ പിരാന്താ കുഞ്ഞാക്ക? വേണ്ട, ഇനി കാക്കണ്ട. നിങ്ങള് മയ്യത്ത് മറവാണ്, മണ്ണിടി. اللهم ثبته عند السؤال اللهم ثبته عند السؤال اللهم ثبته عند السؤال اللهم الهمه الجواب. നിർത്തിക്കോളി, ഓൻ വന്ന്, മോയിൻകുട്ടി വന്ന്. എന്റെ കുട്ടിയെ, എന്റെ മോനെ, നീ ഉപ്പാനെ വിട്ടുപോയോ?
ഈ ഉപ്പാനെ വിട്ടു പോയോ? മോനെ കാണാൻ വേണ്ടി ഓടി വന്നതല്ലേ ഈ ഉപ്പ. ഉപ്പാനെ വിട്ടു പോയാ മോനെ. അയ്യോ എന്റെ കുട്ടിയെ, എന്റെ പൊന്നു മോനെ, കൽബ് കുളിർത്ത മകനേ നീ, കബറിലുള്ള സുഖം കൊണ്ട് കഠിനമിലിന്നെ അറിയാതെ ഖബർ വിടലായോ. കനിവേ കുളിമയിലുള്ള സ്വരം കേൾപ്പാൻ വിധി വിടലായോ. അല്ല, ഇപ്പൊ ഒരേൽ ഇനിയും കയറണ്ടെന്ന് വിചാരിച്ചതാ. എന്നാലും ഓരോന്ന് കാണുമ്പോ ചിലത് പറയാതിരിക്കാൻ വയ്യ. കരഞ്ഞ് കരഞ്ഞ് വാടി തളർന്ന് മയ്യത്തായി പോയൊരു കുട്ടീന്റെ കബറിനടുത്ത് പോലും ഓന്റെ ഒരു ഒടുക്കത്തെ പാട്ട്. വിളിക്കണ്ട, ഞമ്മള് പറയും. അമ്മോശം കാക്കാന്നുള്ള നിലക്ക് അതിന് അവകാശമുണ്ട്. ഇറ്റി മിണ്ടരുത്. എല്ലാ കോപ്രായത്തിന് കൂട്ടുനിന്നും കണ്ണടച്ചു മിണ്ടാണ്ടിരുന്നു ഇറ്റും കൂടി ചേർന്നിട്ടാ ഓനെ ഈ പരുവത്തിലാക്കിയത്. ഇനിയുണ്ടല്ലോ കുട്ടികൾ രണ്ടെണ്ണോ. ഐറ്റിങ്ങളുടെ ഗതിയും ഇതന്നെ ആവാതിരിക്കാനാ ഇപ്പൊ ചില തീരുമാനം എടുക്കണമെന്ന് ഞാൻ പറയണെന്ന്. മോയിൻകുട്ടിയെ, ഇജൊന്ന് തൊള്ള തുറക്ക്. പിടിച്ചില്ല അല്ലേ? അതുകൊണ്ടാവും മുറി കയറി കഥ കടച്ച്. ഇനി നമ്മളായിട്ടൊരു ഗുണദോഷത്തിനില്ല. എന്താ ഏതാന്ന് വെച്ചാല് എല്ലാരും കൂടി അങ്ങ് അനുഭവിച്ചോളുണ്ട്. മോയിൻകുട്ടിയെ, കഥക് തുറക്ക്. ഇതെന്താ ഈ കാട്ടണേ? ഇത്തിരി സ്വൈര്യം വേണം. പുതിയ പാട്ട് എഴുതി തുടങ്ങി. ഹിജ്റ എന്ന് വെച്ചാല് റസൂലിന്റെ ജന്മം തൊട്ട് ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങൾ. എന്നാലും എന്തിനാ ഹിജ്റ എന്ന് പേരിട്ടത്? അതാണിപ്പാ ഏറ്റവും പറ്റിയ പേര്, പലായനം. മുഹിബ് നൂർത്തിരുമതി പിറവിക്കത മൊളിന്തതാകിയ സിറിസുവൈബത്തിന് മുഖമ്മലാരില അകമ്മുൽ തോണിയും ഒരുമ കൂറിനതാൽ അബുലഹബില നരകിറൈ കൊടുമകൾ കുറദിനമൊടു ഭരയ്ക്കും രാമദിനാൽ. മുഹിബ് നൂർത്തിരുമതി പിറവിക്കത മൊളിന്തതാകിയ സിറിസുവൈബത്തിന് മുഖമ്മലാരില അകമ്മുൽ തോണിയും ഒരുമ കൂറിനതാൽ അബുലഹബില നരകിറൈ കൊടുമകൾ കുറദിനമോടു വരേക്കും രാമദിനാൽ. എനിക്ക് എഴുതാൻ കഴിയില്ലല്ലോ ഉപ്പ. എന്താ കൈ പൊന്തുന്നില്ല. നീ പറഞ്ഞോ, ഞാൻ എഴുതാം. 26 ഞാൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും പറ്റിയാല് ബാക്കിയുള്ള ചരിത്രം ഒപ്പം മുഴുമിക്കണം. എന്റെ കുട്ടി, വേണ്ടാത്ത വേറൊന്ന് പറയല്ലേ. എനിക്കൊന്നും വരില്ലടാ. എന്നെ ചികിത്സ പഠിപ്പിച്ച ഉപ്പ തന്നെയാണോ ഒന്നും അറിയാത്ത പോലെ ഈ പറയുന്നത്? വിഷജ്വര പിടിവിട്ടുപോയി ഉപ്പ, പിടിവിട്ടുപോയി. ഇനി ഒരു ദുആ മാത്രമേ ഉള്ളൂ. മൗത്തുവേളയിൽ മറവി വരുത്തരുതേ മൗലാ ലത്തീഫേ. മനസ്സിൽ കാലിമാണ്, മനസ്സിൽ മഹാകവി മോയിൻകുട്ടി വൈദ്യർ. നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. നാടകരചന സംവിധാനം ജി ഹിരൺ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: മോയിൻകുട്ടി വൈദ്യരുടെ ബാല്യവും കൗമാരവും ആകാശ് രാജഗോപാൽ, ഉണ്ണി മുഹമ്മദ് വൈദ്യർ അബ്ദുള്ള നന്മണ്ട, മോയിൻകുട്ടി വൈദ്യരുടെ യൗവനം പി കെ നിഷാന്ത്, നാടുവാഴിയും അബൂ സയ്യാദും രവി കെ മനോരഞ്ജൻ, ശൂരനാട്ട് കുഞ്ഞൻപിള്ളയും തലാഞ്ചേരി മുഹമ്മദും റഷീദ് പാലേരി,
പക്കിത്താന്റെ അകത്ത് കുഞ്ഞാവയും ഫാസറ്റും ഹസൻ പൈങ്ങോട്ടൂർ, കളത്തിങ്ങൽ മൊയ്തീൻ, ഹാഫിസ് മുഹമ്മദ് ബിൻ ഹസൻ, കുഞ്ഞാമിന ഉഷ നാരായണൻ, ഹുസ്നുൽ ജമാൽ, നിഥിന്യ അനിൽകുമാർ, ഫാത്തിമക്കുട്ടി, ദിവ്യശ്രീ, ഷാഹ് രാജാവ്, സതീഷ് ചളിപ്പാടം, നാട്ടുകൂട്ടം, സുരേഷ് തിരുവാലി, സുഭാഷ് സി പി, പ്രേമൻ ചെമ്രക്കാട്ടൂർ, ഉണ്ണി അരീക്കോട്. സംഗീത സംവിധാനം കെ വി അബൂട്ടി. മോയിൻകുട്ടി വൈദ്യരുടെ കൃതികൾ ചിട്ടപ്പെടുത്തിയത് വി എം കുട്ടി. ആലാപനം വി എം കുട്ടി, മണ്ണൂർ പ്രകാശ്, ജലീൽ ഫറോക്ക്, ഇന്ദിര ജോയി, ആര്യ. സംവിധാന സഹായം എം ഷാജി ജോസഫ്.